തൊഴിലാളി കശുവണ്ടി തൊഴിലാളികൾക്കായാലും ആ മേഖലയ്ക്കായാലും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ പരിശ്രമിക്കുന്നു എന്നത് നല്ലതാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആ മേഖലയോട് ഒപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണ്. അതായത് ഇപ്പോ കേരളത്തിലെ ഇപ്പൊ കഴിഞ്ഞ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പ്രാധാന്യത്തോടു കൂടി പ്രചരിപ്പിച്ചതാണ് കർഷകരുടെ പ്രശ്നം. അതിനെ സംബന്ധിച്ച് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ കോട്ടയത്തിന്റെ MP പരസ്യമായി പറയാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ശാസിച്ചിരുന്നു, അതിന് പറയാൻ അവസരം കൊടുത്തു. അപ്പൊ അതിനുശേഷം ഇപ്പോ റബ്ബർ മേഖലയ്ക്ക് അതിന്റെ 300 രൂപ വില വർദ്ധിപ്പിക്കും, 300 രൂപ വരെ കൊടുക്കണം, 250 കൊടുക്കണം, 300 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യങ്ങൾ ഉയർന്നു. ഇവിടെ വെറും 10 രൂപ തറവില കൂട്ടിയിട്ട് ആ വിഭാഗത്തെ സത്യത്തിൽ ആക്ഷേപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 10 രൂപ കൂട്ടുക വഴി ഇന്ന് ആ മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് എന്താ? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുന്നത് ഇപ്പോ ഇപ്പോ ഇവിടെ ശ്രീമതി മേരി മാധവിയുടെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ കാലത്ത് ഐസക്കിന്റെ ബഡ്ജറ്റിൽ പണ്ട് ഡാമിലെ മണൽ വാരുന്നതിനെ പറ്റി പറഞ്ഞു. ആ മണൽ വാരി എത്ര രൂപ സംസ്ഥാന സർക്കാരിന് വരുമാനം ഉണ്ടായി എന്ന് പരിശോധിക്കപ്പെടേണ്ടത്. അപ്പൊ ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് പ്രായോഗികതയില്ലാത്ത കാര്യങ്ങളാണ് കാലങ്ങളായി കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഓരോ മേഖലയ്ക്കും മാറ്റിവെച്ചതിന്റെ എത്ര % ഇപ്രാവശ്യം ചെലവഴിച്ചു എന്ന് പരിശോധിക്കുന്ന സമയത്ത് 50% പോലും ഇല്ല, അല്ലെങ്കിൽ 40%, 30%, 20% ഇങ്ങനെയൊക്കെ ഓരോ മാറ്റിവെച്ചതിലും ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ കിഫ്ബിയുടെ പേരിൽ കുറെ കടമുണ്ടാക്കുന്നു, അല്ലെ വേറെ ചില പേരിലൊക്കെ കടമെടുക്കുന്നു. ഈ കടമെല്ലാം കൂടെ വലിയൊരു ബാധ്യതയായി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ നാട്ടിൽ ജനോപകാരപ്രദമായി പദ്ധതികൾ നടപ്പാക്കുന്നതിൽ അമ്മ പരാജയപ്പെട്ടിരിക്കും. ആ പരാജയം മൂടിവെക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസംഗം ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതിനപ്പുറത്ത് അതിന് ഒരു ബഡ്ജറ്റിന്റെ പ്രതിബദ്ധതയോ അതിന് നടപ്പാക്കാനുള്ള ഒരു പരിശ്രമമോ ഇതിനു മുമ്പും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിലും അതേ സമീപനം തന്നെയാണ് ഒട്ടേറെ കാര്യങ്ങളിട്ടാണ്. കേന്ദ്ര സർക്കാർ മാറ്റിവെക്കുന്ന വിഹിതം, ആ മാറ്റിവെക്കുന്ന വിഹിതം ഇവിടെ ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ അത് ചെയ്യുന്നു എന്ന് പറയാനുള്ള വ്യഗ്രത അത് ചില മേഖലകളിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പോ സൂര്യപ്രകാശത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാർ സൗരോർജം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് വീടുകൾക്ക് 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് കേന്ദ്ര ബഡ്ജറ്റിന്റെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഗുണഫലം കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടും, കേരളത്തിലും കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ കേന്ദ്രം ഏത് മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നുവോ ആ മേഖലകളിലെ കാര്യങ്ങൾ ഞങ്ങളും ഇവിടെ നടപ്പാക്കും. അത് നടപ്പാക്കേണ്ടതാണ്, തീർച്ചയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിന് സമൂഹത്തിനോട് പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കഴിഞ്ഞ കാലത്ത് ഇവർ പറഞ്ഞിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സമീപനം പരസ്യമായി സ്വീകരിക്കുമ്പോൾ ഇവര് ജനങ്ങളോട് ആദ്യം അതിനെക്കുറിച്ചിട്ട് മാപ്പ് പറഞ്ഞ്, എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് കേരളം ഈ വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിലാളി മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും ഒക്കെ പിന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതെല്ലാം ആ തെറ്റ് ഏറ്റുപറയുന്നു, തിരുത്താൻ തയ്യാറാകുന്നു എന്നുകൂടി ഈ ബഡ്ജറ്റ് ഈ പ്രസംഗത്തിന് മുമ്പ്, ഏതായാലും പ്രസംഗമാണ്. അപ്പൊ ആ പ്രസംഗത്തിന് മുമ്പ് ബാലഗോപാലിന് പറയാമായിരുന്നു. അദ്ദേഹം ഒരു പഴയ SFI നേതാവാണ്. അപ്പൊ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ എടുത്ത നിലപാട് കൊണ്ട് ഈ സംസ്ഥാനം അങ്ങനെയുള്ള ഒട്ടേറെ മേഖലകളിൽ പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നു എന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രസംഗം കുറച്ചുകൂടി ഭംഗിയാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ പ്രസംഗത്തിനപ്പുറത്ത് പ്രവർത്തന രംഗത്ത് ഈ ബഡ്ജറ്റിൽ കാര്യമായിട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അവര് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടക്കണിയിൽ നിൽക്കുന്നു. ഇവർക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി കടം കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്രം തന്നെ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു.
ആനുകൂല്യങ്ങൾ ഇവിടെ കൊടുക്കാഞ്ഞിട്ടല്ല. കാരണം ഇവര് പറയുന്നതും ഇപ്പൊ ഒരിക്കലും കേന്ദ്ര സർക്കാരിന് വ്യത്യസ്തമായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ കൊണ്ടുപോയി ഒരു അഫിഡവിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പ്രസംഗത്തിൽ ഞാനോ അല്ലെങ്കിൽ ബാലഗോപാലോ അല്ലെങ്കിൽ വേറെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മേരി മാഡമോ ഒക്കെ പറയുന്നത് പോലെ അതിൽ നിന്നൊക്കെ ഉപരിയല്ലേ നമ്മൾ രേഖാമൂലം എഴുതി സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റ്. അപ്പൊ കേന്ദ്ര സർക്കാർ തന്നെ ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ധന പ്രതിസന്ധിയെ സംബന്ധിച്ചിട്ടും അവരുടെ പരിമിതിയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് അത് വന്നിരിക്കുന്നു എന്ന് കൃത്യതയോടുകൂടി എഴുതി കൊടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ബഡ്ജറ്റ് പ്രസംഗം നടത്തിയിട്ട് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്നുള്ള ഒരു പരിശ്രമത്തിനപ്പുറത്ത്, കാരണം ജനങ്ങളെ ഒട്ടേറെ മേഖലകളിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു, അത് കശുവണ്ടി മേഖലയിലാവട്ടെ അല്ലെങ്കിൽ തൊഴിലാളി മേഖലയിലാവട്ടെ വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, അവിടെയൊക്കെ എന്തൊക്കെയോ ഇവിടെ നടക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിലൊന്നും യാതൊരു വസ്തുതയുമില്ല. കഴിഞ്ഞ കാലത്ത് ഡാമിൽ നിന്ന് മണൽ വരുമെന്ന് പറഞ്ഞതുപോലെയും അതല്ലെങ്കിൽ നേരത്തെ ഇവിടെ മേരിമാണ സൂചിപ്പിച്ചതുപോലെ മുളങ്കാട് വെച്ച് പിടിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെയും ഒക്കെയുള്ള ഒരു പ്രസംഗത്തിനപ്പുറത്ത് ഈ ബഡ്ജറ്റ് കൊണ്ട് ഈ സംസ്ഥാനത്തിന് കാര്യമായിട്ടുള്ള ഗുണഫലം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കോടതി ചെലവൊക്കെ വർദ്ധിക്കാനിടയാക്കുന്ന രീതി. കാരണം കോടതികളിൽ സാധാരണക്കാരന് സമീപിക്കാനുള്ള ഒരു ഭയം കൂടി ഉണ്ടാവുകയാണ്. കാരണം ഇനിയിപ്പോ ചെലവ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോ 10 രൂപ അടയ്ക്കേണ്ടത് 250 രൂപ ആക്കി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള എന്തൊക്കെ ചെലവുകൾ വർദ്ധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക്. അപ്പൊ അങ്ങനെ ഏതൊക്കെ മേഖലയിൽ നിന്ന് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടോ ആ മേഖലകളെ കൂടി അവരിൽ നിന്ന് അകറ്റാൻ ഉതകുന്നു. കാരണം ഇവിടുത്തെ സാധാരണക്കാരന്റെ ഒരു അവസാനത്തെ അത്താണിയായിട്ട് കോടതിയെ കാണും. ഇപ്പൊ കോടതിയെ കൂടി ഭയക്കാൻ ഇടയാവുന്ന സാഹചര്യം, കോടതിയിൽ പോണേൽ ഇനി ചെലവ് കൂടിയോ എന്ന് സാധാരണക്കാർക്ക് പെട്ടെന്നൊരു ഭീതി ഉണ്ടാക്കുന്ന അന്തരീക്ഷം കൂടി ആ രംഗത്തുണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇത് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണുന്നത്. ഏതായാലും ഇത് ജനങ്ങൾക്ക്, കേരളത്തിന്റെ ജനങ്ങൾക്ക് പ്രതീക്ഷ പകരുന്ന ഒരു സാഹചര്യം ഈ ബഡ്ജറ്റിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം LDF-ന് അത് കേരളീയർ ഈ തൽക്കാലം പ്രസംഗം കൊണ്ട് കാര്യം മൂടിവെച്ച് അവതരിപ്പിച്ചത് കൊണ്ട് ഉൾക്കൊള്ളുന്നവരല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശേഷിയുള്ള വിദ്യാഭ്യാസമുള്ള സമൂഹമാണ്. അവരത് തിരിച്ചറിയുമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാറ്.